ഓക്കെ, എൻ്റെ പേര് ശ്രീലേഖ. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ വന്ന സമയത്ത് എനിക്കൊരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് ഞാൻ ഇവിടുന്ന് അതിൻ്റെ ആന്റിബയോട്ടിക് എടുത്തിട്ടാണ്, ഫുഡ് ഇൻഫെക്ഷൻ ആണ് പറഞ്ഞ ഡോക്ടർ. അതിൻ്റെ ഇവിടുന്ന് ആന്റിബയോട്ടിക് എടുത്ത് ഞാൻ വീണ്ടും കുവൈറ്റിലേക്ക് ചെന്ന സമയത്ത് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും സ്റ്റൊമക്കിൽ പെയിൻ ആയിട്ട് വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് എച്ച് പൈലോറി ബാക്ടീരിയ ആണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഡോക്ടർക്ക് അവിടുന്ന് വേറൊരു ഡോക്ടർ വീണ്ടും ഒരു 7 ദിവസത്തെ എനിക്ക് ആന്റിബയോട്ടിക് തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 7 ദിവസത്തെ ആന്റിബയോട്ടിക് കഴിച്ചിട്ടും എനിക്കത് കുറവുണ്ടായിരുന്നില്ല. വീണ്ടും പെയിൻ അധികമായിട്ട് അവിടുന്ന് ഓഫീസിൽ നിന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അന്ന് വേറെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്. അവിടുന്ന് വന്നിട്ട് അവരൊരു 14 ദിവസത്തെ വീണ്ടും ആന്റിബയോട്ടിക് തന്നു. അത് കഴിച്ചതിന് ശേഷമാണ് ഞാൻ അഖില ഡോക്ടറുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളായിരുന്നു. ഞാൻ ഒഴിവ് സമയത്തൊക്കെ ഓഫീസിൽ ഇരുന്നിട്ടായാലും അതുപോലെ തന്നെ ഞാൻ ഫ്രീ ടൈമിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ഡോക്ടറുടെ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു, സംസാരിച്ചു. അങ്ങനെ അവരെനിക്ക് തെറാപ്പി 7 ഡേയ്സ് ഒരു തെറാപ്പി തന്നു, പിന്നെ ഡയറ്റ് തന്നു, പിന്നെ ഒരു 4 ടാബ്ലറ്റ്സ് തന്നു. അത് ഞാനൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ 1 മന്ത് കണ്ടിന്യൂ ചെയ്തു. അത് ഒരു ദിവസം മുടക്കല്ലാതെ 7 ദിവസത്തെ തെറാപ്പി അവര് അങ്ങനെ തന്നു. എനിക്കിപ്പോ ഞാൻ ആ ടാബ്ലറ്റ്സിൽ തന്നെ ഞാൻ ഒരു ടെസ്റ്റും ചെയ്യാതെയാണ് ഞാൻ ആ ടാബ്ലറ്റ്സ്, പിന്നെ എനിക്ക് PCOD ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. എനിക്ക് ബൾക്കി ആയിട്ടുള്ള യൂട്രസ് ആണ്. യൂട്രസ് റിമൂവ് ചെയ്യണം എന്നാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിരുന്നത്. എനിക്ക് നിൽക്കാത്ത ബ്ലീഡിങ്ങും ആയിരുന്നു. ഇതിനിടെ കൂടെ അതും ഉണ്ടായിരുന്നു. പക്ഷെ ഈ മെഡിസിൻ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് എനിക്ക് ബ്ലീഡിങ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് നിന്നു. ഈ 1 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതോട് കൂടിയിട്ട് എനിക്ക് എല്ലാ ഫുഡും എനിക്ക് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോ ഒരു 10 ഡേയ്സിനായിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നിരിക്കുവാണ്. നാട്ടിലേക്ക് വന്ന് ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എച്ച് പൈലോറിയുടെ ഇൻഫെക്ഷൻ ഒന്നുമില്ല. പോരാതെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള PCOD എനിക്ക് പൂർണ്ണമായിട്ടും എന്റെ ശരീരത്തിൽ നിന്ന് പോയി. അതാണ് പിന്നെ എന്നെ ചികിത്സിച്ചിരുന്ന കുവൈറ്റിലെ ഡോക്ടർ പറഞ്ഞത്. എന്റെ നെക്സ്റ്റ് റിപ്പോർട്ട് കണ്ടിട്ട് അതൊരു മിറാക്കിൾ ആണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. കാരണം ഞാൻ ചെല്ലുന്നത് എച്ച് പൈലോറി അത്രയ്ക്കും ക്രിട്ടിക്കലായ സ്റ്റേജിലാണ് ഞാൻ ചെല്ലുന്നത്. അതുകൊണ്ട് എനിക്കതൊരു വലിയൊരു ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവമായിട്ട് അഖില മേഡത്തിനെ എനിക്ക് കാണിച്ചു തന്നതാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഞാനൊരു ജീസസ് വിശ്വാസിയാണ്. അതുകൊണ്ടായിരിക്കണം ഞാൻ എനിക്കിങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചു തന്നു. എന്നാൽ ടാബ്ലറ്റ്സുകളൊക്കെ വെറും ഇങ്ങനെ നല്ല ഒരു നാച്ചുറൽ ആയിട്ടുള്ള ടാബ്ലറ്റ്സുകളാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് എല്ലാതും കൊണ്ടും ഹാപ്പിയാണ്. ഇപ്പോ ഡോക്ടറുടെ ഇപ്പൊ എന്റെ അനുഭവം ഞാനിത് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് എച്ച് പൈലോറി പേഷ്യൻസ് ഉണ്ട്, PCOD ഉള്ളവരുണ്ട്, തൈറോയിഡ് ഉള്ളവരുണ്ട്, ഹോർമോൺ ഇംബാലൻസ്, മെനോപോസ് സ്റ്റേജ് ആണ് എനിക്ക്. ഞാൻ 48 ഏജ് ആണ് എനിക്കിപ്പോ. പക്ഷെ ഐ എം വെരി ഹാപ്പി.